ഞാൻ്റെ ചോദ്യത്തോടു കൂടിയും സർഗങ്ങൾ ആരംഭിക്കാറുണ്ട്. ഇപ്പോൾ വസിഷ്ഠനാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഭാമാത്രം ഭാനമാത്രം വാ ശാന്തം ഭാസതയേവ ച ചിന്മാത്രം യദനാദ്യന്തം തസ്യ നാശഃ കഥം കഥാ. ആത്മാവിൻ്റെ അനശ്വരത, അതാണ് ഈ ഗ്രന്ഥത്തിലുടനീളം, ഏത് ആധ്യാത്മിക ഗ്രന്ഥമെടുത്താലും ജ്ഞാനശാസ്ത്രങ്ങളിൽ ഉടനീളം പ്രതിപാദിക്കപ്പെടുന്ന വിഷയം ആത്മാവിൻ്റെ അനശ്വരതയാണ്. ആ ആത്മാവാണ് ഞാൻ എന്ന് സാക്ഷാത്കരിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെ മരണഭയം ഉണ്ടാകും? തൻ്റെ നാശം, തൻ്റെ ഇല്ലായ്മ, അഭാവം, അതിനെ ഓർത്താണ് ഓരോ വ്യക്തിയും ഭയപ്പെടുന്നത്. ഞാൻ ഇല്ലാതായി പോവും മരണത്തിലൂടെ, എൻ്റെ അസ്തിത്വം അപ്പാടെ ഇല്ലാതാവും. ഈ ഭയമാണ് വാസ്തവത്തിൽ മരണഭയം, അല്ലാതെ വേറൊന്നുമല്ല. ചത്തുപോകാൻ ആളുകൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലാതായി പോവും, ആ ഒരു ഭയമാണ്. ഞാൻ ഇല്ലാതാകുന്നത് ആർക്കും ഇഷ്ടമല്ല. എൻ്റേതുകൾ ഇല്ലാതായാലും ഞാൻ ബാക്കി ഉണ്ടാവണം. എൻ്റേതുകളെന്ന് പറഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, കുട്ടികൾ, ധനം, പ്രശസ്തി, ഇതൊക്കെ തന്നെ നിലനിർത്താൻ വേണ്ടി മനുഷ്യർ ത്യജിക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. ആരെ വേണമെങ്കിലും തള്ളിപ്പറയും, ആരെ വേണമെങ്കിലും അപവാദം പറയും തൻ്റെ നിലനിൽപ്പിന് വേണ്ടി. അപ്പം താൻ നശിക്കാതെ ഇരിക്കണം, എന്നും നിലനിൽക്കണം, ഈ ഒരു വിചാരം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ താൻ എന്നും നിലനിൽക്കുന്ന അനശ്വരമായ ആത്മാവാണ് എന്നുള്ള സത്യം മാത്രം ജനങ്ങൾ തിരിച്ചറിയുന്നില്ല. അപൂർവം ചിലർ മാത്രമാണ് ആ സത്യം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് എല്ലാവരും മരണത്തെ ഭയപ്പെടുന്നു. മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള വിഷയത്തെ യുക്തിയുക്തം പറഞ്ഞു തരികയാണ്. ഇതിനു മുമ്പ് പറഞ്ഞ ആശയം തന്നെ പഴയ മദ്യം പുതിയ കുപ്പിയിൽ എന്ന് പറഞ്ഞതുപോലെ പല വീക്ഷണകോണുകളിലൂടെ ഒരേ കാര്യത്തെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ എവിടെ ചെന്നാലും ഇതേ ഉള്ളൂ, ആവർത്തനം ആവർത്തനം ആവർത്തനം. നമ്മൾ കുറേ കൊല്ലങ്ങളായല്ലോ ഈ യോഗവാസിഷ്ടം പറയാനും കേൾക്കാനും തുടങ്ങിയിട്ട്. ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു. കേട്ടുകൊണ്ടിരുന്ന പലരും ഈ ലോകത്ത് നിന്ന് തന്നെ യാത്രയായി. മറ്റുള്ളവർ യാത്രയാവും, പറയുന്നവനും യാത്രയാവും. യാത്രയാവും എന്ന് പറഞ്ഞാൽ താൻ ആത്മാവാണെന്ന സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു യാത്രയാവലും ഇല്ല, ഒരു യാത്രയയപ്പവും ഇല്ല. കാരണം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവ് ഏത് ലോകത്തിലേക്ക് പോകാനാണ്? പരലോകം, അത് ഇഹലോകം സത്യമാണെന്നും ഈ ഇഹലോകത്തിൽ ഒരു ശരീരത്തോടു കൂടി ഞാൻ ജീവിക്കുന്നുവെന്നും ഞാൻ ശരീരമാണ് എന്നുമുള്ള തെറ്റിദ്ധാരണകൾ ഉള്ളവരാണ് പരലോകത്തേക്ക് പോകണം അല്ലെങ്കിൽ പരലോകത്തെ ഭയപ്പെടുകയും മറ്റും ചെയ്യുന്നത്. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവാണ് ഞാൻ എന്ന് സാക്ഷാത്കരിച്ച ഒരു വ്യക്തി എവിടെ പോകാൻ? അയാൾ എവിടെ നിന്നും ഒരു സ്ഥലത്തേക്ക് വരികയുമില്ല, മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയുമില്ല. ഇവിടെ എന്താ പറയുന്നത്? ഭാമാത്രം ഭാനമാത്രം വാ ശാന്തം ഭാസതയേവ ച ചിന്മാത്രം യത് അനാദ്യന്തം തസ്യ നാശഃ കഥം കഥാ. കുറിക്കുകൊള്ളുന്ന നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെയൊക്കെ അടിച്ച് തകർക്കുന്ന ചോദ്യശരങ്ങളാണ് വസിഷ്ഠ മഹർഷിയുടെ മുഖത്ത് നിന്നും നിർഗളിക്കുന്നത്. ഭാമാത്രം, ഭാ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നർത്ഥം. പ്രകാശം പലതരത്തിലുണ്ട്. വിളക്കിൻ്റെ പ്രകാശം, ട്യൂബ് ലൈറ്റിൻ്റെ പ്രകാശം, സൂര്യൻ്റെ പ്രകാശം, ചന്ദ്രൻ്റെ പ്രകാശം, നക്ഷത്രങ്ങളുടെ പ്രകാശം, അഗ്നിയുടെ പ്രകാശം. ഇതിൽ ഏത് പ്രകാശത്തെക്കുറിച്ചാണ് വസിഷ്ഠ മഹർഷി പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞാനുണ്ട് എന്നുള്ള അനുഭവ പ്രകാശം. അല്ല, അതൊരു പ്രകാശമാണെന്ന് ഞങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. മനസ്സിലാക്കിക്കോളൂ, ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോളൂ. ഞാൻ ഉണ്ട് എന്നുള്ളത് ഒരു അനുഭവമാണല്ലോ. അനുഭവം എല്ലായിടത്തും പ്രകാശമായിട്ടേ അനുഭവപ്പെടൂ. ഞാൻ ഉണ്ട് എന്നുള്ളത്
നമ്മുടെ ഒരു അനുഭവമാണ്. ഓരോ വ്യക്തിയുടെയും ഓരോ ജീവൻ്റെയും അനുഭവമാണ്. ആ അനുഭവം ഒരു തരത്തിലുള്ള പ്രകാശമാണ്. അനുഭവം ഇല്ലാത്ത ഒരു തലമുണ്ട്, ഗാഠനിദ്ര. അവിടെ കൂരിരുട്ട് മാത്രമേ അനുഭവ വിഷയമാകുന്നുള്ളൂ. പക്ഷേ അതിനെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഞാൻ ആ ഗാഠനിദ്രയിലും ഉണ്ട്. ഉറക്കത്തെ അനുഭവിച്ചവനാര്? ഉറക്കത്തിൽ ഒന്നുമില്ല, സമ്മതിച്ചു. ഒന്നുമില്ല എന്ന് അനുഭവിച്ച നിങ്ങളില്ലേ അവിടെ? എൻ്റെ ഉറക്കത്തിൽ ഞാനുണ്ടോ ഇല്ലയോ? അല്ല, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ വ്യാസപൂർണിമയിൽ അതെങ്കിലും ഒന്ന് നമുക്ക് തീരുമാനിക്കാം. ഒരു തീരുമാനമാവട്ടെ ആ കാര്യത്തിൽ. എൻ്റെ ഉറക്കത്തിൽ ഞാൻ ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉണരുമ്പോഴേ അറിയൂ, അത് സമ്മതിച്ചു. അറിയുന്നത് എപ്പോഴോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇല്ലാതായിപ്പോയോ? ഈ ചോദ്യത്തിന് യെസ് ഓർ നോ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? എൻ്റെ ഉറക്കത്തിൽ ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ ഉറങ്ങിയതാര്? ഉറക്കത്തിലുള്ള സുഖത്തെ അനുഭവിച്ചതാര്? ഉറക്കത്തിൽ ഒന്നുമില്ലായിരുന്നു, ഞാൻ സ്വയം മറന്നുറങ്ങി എന്ന് പറയുന്നവനാര്? ആ അനുഭവം ആർക്ക്? എനിക്ക്. അപ്പം ഞാനുണ്ടായിരുന്നു. ഇതുപോലെ മരിച്ചു കഴിഞ്ഞാലും മരിച്ച നിങ്ങൾ ബാക്കിയുണ്ടാവും. മരിച്ച നിങ്ങൾ ബാക്കിയുണ്ടാവും. നമ്മൾ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ആരാണ് മരിച്ചത്? ഞാൻ മരിച്ചുപോയി. പരേതാത്മാക്കൾ അല്ലെങ്കിൽ മരിച്ചുപോയ വ്യക്തികൾ, ഞാൻ മരിച്ചുപോയി, അതവരുടെ അനുഭവമാണ്. അനുഭവത്തിൽ ഇല്ലാത്തത് ഒരിടത്തുമില്ല. അപ്പം ഞാൻ മരിച്ചുപോയി എന്ന് ഈ പരേതാത്മാക്കൾ അനുഭവിക്കുന്നുണ്ടാവണം. ഞാൻ മരിച്ചുപോയി എന്ന് അനുഭവിക്കുന്ന ആ വ്യക്തി ഉണ്ടെങ്കിൽ പിന്നെ ആരാണ് മരിച്ചുപോയത്? ഇനി അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട്, ഞാനാണ് നിന്റെ അച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ്, ഞാൻ മരിച്ചുപോയി കേട്ടോ എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഞാൻ ഊമയാണ് എന്ന് ഉറക്കെ തെരുവിലൂടെ വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ഒരാളുടെ വാക്ക് ആര് വിശ്വസിക്കും? ഊമ സംസാരിക്കത്തില്ല. സംസാരശേഷി ഇല്ലാത്തവരെയാണ് ഊമകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാൾ റോട്ടിൽ കൂടെ വിളിച്ചു പറയാണ്, നാട്ടാരേ മാളോരേ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഞാനൊരു ഊമയാണേ. ആരെങ്കിലും വിശ്വസിക്കുമോ അയാളുടെ വാക്കുകൾ? ഇതുപോലെ മരിച്ചുപോയ ഒരു വ്യക്തി നമ്മോട് വന്ന് പറയാണ്, ഞാൻ മരിച്ചുപോയി കേട്ടോ. മരിച്ചുപോയെങ്കിൽ മരിച്ചുപോയവ ഇവിടെ വന്ന് എന്നോട് സംസാരിക്കുമോ? പക്ഷെ അങ്ങനെ ആരും നേരിട്ട് നമ്മോട് സംസാരിക്കുന്നില്ല. പക്ഷേ മരിച്ചുപോയി എന്നുള്ളത് ഒരു അനുഭവമാണ്, മരണ അനുഭവമാണ്. മരണമെന്ന് പറയുന്നത് ഒരു അനുഭവമാണ്, ഉറക്കം പോലെ ഒരു അനുഭവമാണ്. എന്താ മരണത്തിനും ഉറക്കത്തിനും വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഉറക്കത്തിൽ ഏത് ശരീരത്തിലാണോ ആ ഉറക്കം സംഭവിച്ചത് അതേ ശരീരത്തിൽ തന്നെ അയാൾ ഉണരും. മരണത്തിൽ ഏത് ശരീരത്തിൽ നിന്നാണോ അയാൾ മരിച്ചത് മറ്റൊരു ശരീരത്തിലാവും അയാൾ ഉണരുക. അതിനെയാണ് പുനർജന്മം എന്ന് പറയുന്നത്. ഇതേ ഉള്ള വ്യത്യാസം, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒരു ശരീരത്തിൽ ഉറങ്ങി അതേ ശരീരത്തിൽ ഉണർന്നാൽ ആ അവസ്ഥയ്ക്ക് ഉറക്കം എന്ന് നമ്മൾ പറയുന്നു. ഒരു ശരീരത്തിൽ ഉറങ്ങി അല്ലെങ്കിൽ തൻ്റെ അസ്തിത്വത്തെ മറന്ന് ഒരു അവ്യക്താവസ്ഥയിൽ പ്രവേശിച്ച് മറ്റൊരു ശരീരത്തിൽ ഉണർന്നാൽ ആ ശരീരം എൻ്റേതാണ് എന്ന് താതാത്മ്യപ്പെട്ട് അയാൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ അത് പുനർജന്മം. ഉറക്കത്തിൽ അടിച്ചു പോകാത്ത ജീവഭാവം മരണത്തിൽ എങ്ങനെ അടിച്ചു പോകും? അടിച്ചു പോവുക, ബൾബ് അടിച്ചു പോവുക, ഫ്യൂസ് അടിച്ചു പോവുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഉറക്കത്തിൽ ഇല്ലാതാകാത്ത ഒന്ന് മരണത്തിൽ എങ്ങനെ ഇല്ലാതാകും? ഉറക്കത്തിനും മരണത്തിനും വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഭാവം ഉൾപ്പെടെയുള്ള എല്ലാം ലയിച്ചു പോകുന്ന അപ്രത്യക്ഷമാകുന്ന ഒരവസ്ഥയാണ് ഉറക്കം. ആ ഉറക്കത്തെ ഭയപ്പെടാത്ത നമ്മൾ മരണത്തെ മാത്രം എന്തിനു ഭയപ്പെടുന്നു? അത് ഉറക്കം പോലെ
താത്കാലികമായ ഒരവസ്ഥയാണ് എന്നുള്ള തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് മനുഷ്യർ മരണത്തെ ഭയപ്പെടുന്നത്. ഒന്നും സംഭവിക്കുന്നില്ല. നമ്മളിവിടെ വീട്ടിൽ ഉറങ്ങുന്നു, നമ്മളെ പൊക്കിയെടുത്ത് ഡൽഹിയിലേക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റിൽ കയറ്റി അയക്കുകയാണ്. നമ്മളറിയുന്നില്ല. ഫ്ലൈറ്റ് ഡൽഹിയിലെത്തി. നമ്മൾ ഉണർന്ന് നോക്കിയപ്പോൾ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്, ന്യൂഡൽഹി, അവിടെയാണ്. നമ്മൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ കരമനയിൽ കിടന്നതാണല്ലോ. ഇതിപ്പോൾ ഞാൻ എവിടെയാണ് നോക്കി, ബോർഡൊക്കെ ഉണ്ട്, ധാരാളം വിമാനങ്ങൾ നിൽക്കുന്നു. നോക്കിയപ്പോൾ ന്യൂഡൽഹി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ എങ്ങനെ ഇവിടെ വന്നു? നിങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞില്ല. പക്ഷേ ഉറങ്ങിയ നിങ്ങൾ തന്നെയാണല്ലോ ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. ആള് മാറിയോ? ഇല്ലല്ലോ. ഈ ജീവനാണ് ഓരോരോ ശരീരങ്ങൾ സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നത്. ജീവഭാവം, ആ വ്യക്തിത്വം, അത് മാറുന്നില്ല. അതിന് ഒരു പരിവർത്തനവും സംഭവിക്കുന്നില്ല. അപ്പോൾ പുനർജന്മത്തിൽ ഒന്നും നഷ്ടമാവുന്നില്ല. പഴയ ശരീരത്തിൽ കഴിഞ്ഞിരുന്ന നാം ഇപ്പോൾ പുതിയ ശരീരത്തിൽ കഴിയുന്നു. പഴയ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, പഴയ സ്വന്തങ്ങൾ, ബന്ധങ്ങൾ അതെല്ലാം നഷ്ടമായി. ഇപ്പോൾ പുതിയ സ്വന്തങ്ങൾ, പുതിയ ബന്ധങ്ങൾ, പുതിയ ഭാര്യ, പുതിയ ഭർത്താവ്, പുതിയ കുട്ടികൾ, പുതിയ വീട്, പുതിയ നാട്. പുതുമ ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ. പിന്നെ എന്തിന് ഈ മരിക്കാൻ ഭയപ്പെടണം? പുതിയ വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. ഈ പഴയ ശരീരം ഇത് പോട്ടെ. പക്ഷേ ജീർണിച്ച ശരീരത്തോടു കൂടി പലതരം വേദനകൾ അനുഭവിക്കുന്ന മനുഷ്യർ പോലും ആ ശരീരത്തെ വിട്ടുപോകാൻ തയ്യാറല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള സംഘമാണ് അതിന് കാരണം. ജീവിതം മുഴുവൻ ഞാൻ ഈ ശരീരമാണ്, ഇതെൻ്റേതാണ്, ഇതിനെ വെച്ചുകൊണ്ടാണ് ഞാൻ പലതരം സുഖങ്ങളും അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത്. ഈ ഒരു ധാരണയോടുകൂടി തന്നെ ജീവിച്ചതുകൊണ്ട് ശരീരത്തിൽ അതിശക്തമായ ഒരു സംഘം, ഒട്ടൽ സകല ജീവികൾക്കും സംഭവിച്ചിരിക്കുന്നു. ആ നില മാറണം. ഞാൻ ശരീരമല്ല, ഞാൻ ശരീരവിലക്ഷണമായ, ജഡവിലക്ഷണമായ ചേതനനാണ് എന്ന സത്യം അല്പാൽപമായി നമ്മുടെ ബുദ്ധി അംഗീകരിക്കണം. അവസാനം ഞാൻ ഈ ശരീരം അല്ലേ അല്ല എന്നുള്ള പൂർണ്ണമായ ഉറപ്പ് നേടുകയും വേണം. ഭാമാത്രം, അനുഭവപ്രകാശം, അതാണ് ആത്മാവിൻ്റെ സ്വരൂപം. ആദ്യം പറയുന്നത് ഭാമാത്രം, അടുത്ത വാക്ക് ഭാനമാത്രം. രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. പിന്നെ എന്തിനാണ് രണ്ട് വാക്കുകൾ പ്രയോഗിച്ചത്? ഭാമാത്രം എന്ന് പറഞ്ഞാൽ ആത്മപ്രകാശം, ഞാനുണ്ട് എന്ന് അറിയിച്ചു തരുന്ന പ്രകാശം. അങ്ങനെയൊന്നുണ്ടോ? അങ്ങനെയൊന്നുണ്ട്. ഞാനുണ്ട് എന്ന് അറിയിച്ചു തരുന്ന പ്രകാശം തന്നെയാണ് ഉറക്കത്തിൽ നിങ്ങളില്ലായിരുന്നു എന്നുള്ള അറിവിനെയും പ്രകാശിപ്പിക്കുന്നത്. ഞാൻ സ്വയം മറന്നുറങ്ങി, ഞാനൊന്നും അറിഞ്ഞില്ല, ഈ അനുഭവം എനിക്കാണ്. പക്ഷേ അത് ഏതിൻ്റെ സഹായത്തോടു കൂടി ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു? ഈ ആത്മാവ് ഉറങ്ങാതിരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഉറങ്ങുന്നതും ഞാൻ ഉറങ്ങാതിരിക്കുന്ന അവസ്ഥയും എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു അധിഷ്ഠാന സത്ത, അധിഷ്ഠാന ചൈതന്യം, കൂടസ്ഥ ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് വാസ്തവത്തിൽ ഞാൻ. പക്ഷേ അതിൻ്റെ ബുദ്ധിയിലുള്ള ഒരു നിഴലാണ് ഈ വ്യക്തി അഹന്ത എന്ന് പറയുന്നത്. വ്യക്തി അഹന്ത പ്രത്യക്ഷപ്പെടുകയും മറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒന്നാണ്. അധിഷ്ഠാന സത്തയ്ക്ക് ആവിർഭാവ തിരോഭാവങ്ങളില്ല. കാരണം അത് എപ്പോഴും ഉള്ളതാണ്, ഉണ്മസ്വരൂപമായിട്ടുള്ളതാണ്. നിഴലാണ് വന്നു പോകുന്നത്. വസ്തു, യഥാർത്ഥ സത്യം വരികയോ പോവുകയോ ചെയ്യുന്നില്ല. ഇപ്പോൾ ഭാമാത്രം എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നർത്ഥം. ഞാനുണ്ട് എന്ന് നമ്മെ അറിയിച്ചു തരുന്ന ഒരു പ്രകാശം, അനുഭവ പ്രകാശം. അതാണ് വാസ്തവത്തിൽ ബ്രഹ്മസ്വരൂപം. ഇനി ഭാനമാത്രം
വിഷയാനുഭവങ്ങളെ പ്രകാശിപ്പിക്കുന്ന പ്രകാശവും ഇത് തന്നെ. ബാഹ്യ ജഗത്തിലുള്ള വസ്തുക്കൾ, പലതരം രൂപങ്ങൾ, ഇനി നമ്മൾ അനുഭവിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ, നമ്മുടെ മനസ്സിൽ ആവിർഭവിക്കുന്ന വികാരങ്ങൾ, വിചാരങ്ങൾ, ഭയം, കോപം, കാമം, സംഘം, നിസ്സംഗത, ഭക്തി, ജ്ഞാനം, എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു ആത്മതത്വം നമ്മുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ സ്വരൂപം തന്നെ പ്രകാശമാണ്. പക്ഷേ ആ പ്രകാശത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. കണ്ണിനെ പോലും കാണിച്ചു തരുന്ന പ്രകാശമാണ്. ഏതുള്ളത് കൊണ്ട് കണ്ണ് കാണുന്നുവോ ആ കണ്ണുകൊണ്ട് ഈ ആത്മാവിനെ എങ്ങനെ അറിയാൻ പറ്റും? കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ ജ്ഞാനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമഃ. കണ്ണ്, കണ്ണിൻ്റെ കണ്ണ് മനസ്സ്, മനസ്സിൻ്റെ കണ്ണ് ബുദ്ധി, ബുദ്ധിയുടെ കണ്ണ് ഞാൻ എന്ന ജീവഭാവം. ആ ജീവഭാവത്തെയും പ്രകാശിപ്പിച്ച് തരുന്ന ഈ ആത്മാവിനെ ഇവകൾക്ക്, ഈ മുമ്പേ പറഞ്ഞ തത്വങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? അത് അറിയപ്പെടാത്ത നിറപൊരുളാണ്. അറിയപ്പെടാത്ത നിറപൊരുളേ എന്നാണ് ഗുരുദേവൻ ഈ ആത്മതത്വത്തെ വിശേഷിപ്പിക്കുന്നത്. അറിയപ്പെടാത്തതാണ്, പക്ഷേ നിറഞ്ഞിരിക്കുന്ന പൊരുളാണ്, എങ്ങും വ്യാപിച്ചു നിൽക്കുന്ന സത്തയാണ്. അതിനെ നമ്മുടെ പക്കലുള്ള ഒരു ഉപകരണങ്ങൾ കൊണ്ടും അറിയാൻ സാധ്യമല്ല. എന്നാൽ ഈ ഉപകരണങ്ങളെയൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഇവയുടെ പിന്നിൽ മറഞ്ഞ് ആരാലും കാണപ്പെടാതെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വ്യക്തികൾക്ക് മാത്രം കാണപ്പെടാവുന്നവനായി ഒന്നുണ്ട്. അതാണ് ആത്മാവ്, അതാണ് യഥാർത്ഥ ഞാൻ. അതിനെയാണ് ദുർഗാനന്ദ സ്വാമി താൻ താൻ ഭാവം എന്ന് പറയുന്നത്. ഞാൻ ഭാവത്തിൽ നിൽക്കരുത്, താൻ ഭാവത്തിലേക്ക് ഉയരണം. ഞായറാഴ്ച തോറും നിങ്ങളൊക്കെ ചെന്ന് കേൾക്കാറുണ്ടല്ലോ. അതിൻ്റെ സ്വാമിജി പറയുന്നതിൻ്റെ പൊരുളിതാണ്. താത്കാലികമായി മിന്നി മറയുന്ന അല്ലെങ്കിൽ വന്നു പോകുന്ന ഈ ഞാൻ അതല്ല യഥാർത്ഥ ഞാൻ. യഥാർത്ഥ ഞാനിലെ ഒരു നിഴൽ മാത്രമാണ് ഈ വ്യക്തിത്വം അല്ലെങ്കിൽ ജീവഭാവം, അഹന്ത. അതിൻ്റെ അധിഷ്ഠാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം അതിൽ നിലയുറപ്പിക്കാൻ. ശ്രദ്ധിക്കുന്നവനാണ് ജ്ഞാനം ലഭിക്കുന്നത്. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം. ഗുരുനാഥൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നവൻ, ശാസ്ത്രങ്ങളുടെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ, അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. അജ്ഞൻ, നമ്മളൊക്കെ അജ്ഞാനികളാണ്. പക്ഷേ ശ്രദ്ധയെ ആശ്രയിച്ചാൽ, ശ്രദ്ധയിൽ നമ്മുടെ ശ്രദ്ധ പതിഞ്ഞാൽ ജ്ഞാനം അനായാസേന ലഭ്യമാകും. ഈ ആത്മാവിൽ ശ്രദ്ധ പതിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റ് പല കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധയുണ്ട്. പലർക്കും ഏതൊക്കെ വിഷയങ്ങളിലാണ് ശ്രദ്ധയെന്നറിയാമോ? ഏതിലാണോ നമുക്ക് അപാരമായ ശ്രദ്ധയുണ്ടാവുന്നത് ആ വസ്തു നമ്മുടെ സ്മൃതിപഥത്തിൽ നിന്നും ഒരിക്കലും മറഞ്ഞു പോവില്ല. ഇതാണ് നിയമം. ആത്മതത്വത്തിനെ ഞാൻ മറന്നു പോകുന്നു, ഒക്കെ ബ്രഹ്മമാണ്. സത്സംഗത്തിലും ഒക്കെ വന്നിരിക്കുമ്പോൾ അത് നല്ലപോലെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് പടിയിറങ്ങിയാൽ ആ കാര്യം മറന്നു പോകുന്നു. മായ നമ്മെ പിടികൂടുന്നു. ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ശ്രദ്ധ നിരന്തരമായി താൻ ഭാവത്തിൽ നിൽക്കുന്നില്ല. ഞാനിലും ഞാൻ അനുഭവിക്കുന്ന പ്രപഞ്ചത്തിലുമായി ആ ശ്രദ്ധ ചിതറിപ്പോകുന്നു. പിന്നെ എങ്ങനെ ഈ ആത്മാവിനെ ഓർമ്മിക്കാൻ പറ്റും? അതുകൊണ്ട് ആത്മാവിൽ ശ്രദ്ധയുള്ളവരായിരിക്കുക. ആത്മാവിൽ എങ്ങനെയാണ് ശ്രദ്ധ ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ അത് നമ്മുടെ പ്രയത്നം കൊണ്ട് നേടേണ്ടതാണ്. അതിലുപരി തികഞ്ഞ ഈശ്വര കൃപയുണ്ടെങ്കിലേ ആത്മാവിൽ ശ്രദ്ധയുണ്ടാവൂ. പരമമായ ഈശ്വര കാരുണ്യം. ആരിലാണ് ഈശ്വരൻ കാരുണ്യ വർഷം ചൊരിയുന്നത്?
ഞാൻ മോക്ഷം നേടണം, എനിക്ക് ഈശ്വര ദർശനം വേണം എന്ന് ആരാണോ ഉള്ളുകൊണ്ട് മനസ്സുരുകി ആഗ്രഹിക്കുന്നത്, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയിൽ ഈശ്വരൻ്റെ കാരുണ്യവർഷം, കരുണാകടാക്ഷം എപ്പോഴും ഉണ്ടാവും. നമുക്ക് ഈശ്വരനൊഴിച്ച് മറ്റു പലതും മാത്രം മതി, ഈശ്വരൻ മാത്രം വേണ്ട. അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ നേടിക്കഴിഞ്ഞതിന് ശേഷം ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ, അങ്ങേക്ക് വേറെ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ ആത്മജ്ഞാനം കൂടെ തന്നേക്കുന്നു. ആ പരിപാടി നടപ്പില്ല. ഇതിനെ തന്നെ ലക്ഷ്യമായി അംഗീകരിക്കണം. ഇതിനെ തന്നെ ജീവിതത്തിൽ ഞാൻ പ്രാപിക്കണം എന്ന് ഉത്കടമായ അദമ്യമായ ഒരാഗ്രഹം ഒരു ജീവൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ ആ ഈശ്വരൻ അപ്പം എത്തും, ആ ക്ഷണത്തിലെത്തും, ഒരു സംശയവും വേണ്ട. പക്ഷെ അത്ര ഉത്കടമായ ആഗ്രഹം ഈശ്വരനോട് നമുക്ക് തോന്നാറില്ല. ഈശ്വരനെ അത്ര കണ്ട് ദൃഢതയോടുകൂടി ആരും അഭിലഷിക്കുന്നില്ല. അദ്ദേഹത്തെ കാണണം എന്നുള്ള ആഗ്രഹം വ്യക്തികൾക്ക് ഉണ്ടാകുന്നില്ല. ഭാമാത്രം ഭാനമാത്രം വ, ഈ ആത്മാവ് ഓരോ ശരീരത്തിലും ഇരിക്കുന്ന ഞാനിനെയും പ്രകാശിപ്പിക്കുന്നതാണ്, അഹന്തയെ പ്രകാശിപ്പിക്കുന്ന ആത്മപ്രകാശമാണ്. അതുപോലെ അത് ഭാനമാത്രവുമാണ്. ബാഹ്യ വിഷയങ്ങളെ അതുപോലെ ആന്തരമായ വിഷയങ്ങളെയും പ്രകാശിപ്പിച്ചു തരുന്ന, അനുഭവപ്പെടുത്തി തരുന്ന ഒരു പ്രകാശവുമാണ് ഈ ആത്മാവ്. ശാന്തം ഭാസതയേവച, അത് ശാന്തമാണ്, അനങ്ങാത്തതാണ്. കൊല്ലൻ്റെ ആലയിലെ കൂടം പോലെ അചഞ്ചലമായി സ്ഥിതി ചെയ്യുന്നതാണ്. അത് എന്നും പ്രകാശിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. അത് കർമ്മവുമായി ബന്ധപ്പെട്ട ഒന്നല്ല. ധ്യാനം, ശ്രവണം, മനനം, നിധിധ്യാസനം, ധ്യാനം, ഇങ്ങനെയുള്ള ബാഹ്യവും ആന്തരവും മാനസികവും ബൗദ്ധവുമായ കർമ്മങ്ങളിലൂടെ ഈ ആത്മാവിനെ മനുഷ്യർ നേടാൻ ശ്രമിക്കുമ്പോഴും അത് എന്നും കർമ്മത്തിനതീതമായി വർത്തിക്കുന്നു. അതിനെ നമ്മുടെ ഈ കർമ്മങ്ങൾ കൊണ്ടൊന്നും പിടിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഇതൊക്കെ നമ്മുടെ മനസ്സിന് ഏകാഗ്രതയുണ്ടാക്കാൻ സഹായിക്കും. പക്ഷേ ആ ഈശ്വരനെക്കുറിച്ചുള്ള അറിവ്, ആത്മജ്ഞാനം അദ്ദേഹത്തിൻ്റെ കൃപ ഒന്നുകൊണ്ടും മാത്രം നേടേണ്ടതാണ്. ശാന്തം ഭാസതയേവച, ശാന്തമായ ആത്മതത്വം എപ്പോഴും പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ചിന്മാത്രം, അത് ചിത്താണ്. ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധം. എന്താണപ്പാ ഈ ബോധം? ബാലകൃഷ്ണൻ നായർ സാർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവൻ ബോധം ബോധം, പലരും ഈ ആ വാക്ക് പോലും ശരിയാൻ വണ്ണം ഉച്ചരിക്കുന്നില്ല. അത് ബോധമല്ല, ബോധം. അറിവ്, അനുഭവം, ചൈതന്യം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ബ്രഹ്മം അത് തന്നെയാണ് ചിത്ത്. അത് ബോധമാത്രമാണ്. അറിവ് അല്ലെങ്കിൽ അനുഭവ പ്രകാശമാണ് അതിൻ്റെ സ്വരൂപം. യത് അനാദ്യന്തം, ആദ്യന്തങ്ങളില്ലാത്ത അറിവാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് ആദ്യന്തങ്ങളോട് കൂടിയതാണ്. ഈ ആത്മാവിനെ കുറിച്ചുള്ള അറിവ് അനാദിയായി അനന്തമായി തുടരുന്ന അറിവാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അറിയുന്ന ഒരു വ്യക്തി, ഞാൻ പണ്ടേക്ക് പണ്ടേ അതായിരുന്നു, ഞാൻ സാധന ചെയ്യുമ്പോഴും അത് തന്നെയായിരുന്നു, ഇനി മേലും ഞാൻ ഈ ആത്മാവ് മാത്രമായിരിക്കും എന്ന അറിവാണ് നേടുന്നത്. അതാണ് ആദ്യന്തങ്ങളില്ലാത്ത അറിവ്, അനുസ്യൂതമായ അറിവ്, നിരന്തരമായ അറിവ്, ഒന്നുകൊണ്ടും ബാധിക്കപ്പെടാത്ത അറിവ്. പ്രപഞ്ചവും ശരീരവും മനസ്സും ബുദ്ധിയുമൊക്കെ നിലനിന്നാലും ഇല്ലെങ്കിലും ഈ അറിവിന് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. സ്വത്വം അത് അനശ്വരമായ ഒന്നാണ്. തസ്യ നാശഃ കഥം കഥ. അല്ലയോ മനുഷ്യരെ, വസിഷ്ഠ മഹർഷിയുടെ വാക്ക് കേൾക്കുന്ന ശ്രോതാക്കളെ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യത്തിന് മറുപടി പറയൂ. ഇങ്ങനെ വർണ്ണിക്കപ്പെട്ട സ്വഭാവങ്ങളോട് കൂടിയ ഒന്നാണ് ഈ ആത്മാവെങ്കിൽ
തസ്യ നാശഃ കഥം കഥാ, അതിൻ്റെ നാശം, അതിൻ്റെ അഴിവ് എപ്രകാരം എപ്പോൾ സംഭവിക്കും, അതിന് എങ്ങനെ നശിക്കും, അതിനെ നശിപ്പിക്കാൻ ആരുണ്ട്, അത് എപ്പോൾ നശിക്കും. നാശം എന്നുള്ളത് ആത്മാവിൽ യോജിക്കുന്ന ഒരു വാക്കേ അല്ല. അനശ്വരം, അമരം, അജം, നിത്യം, ശാശ്വതം, പുരാണം, അനാദി, അനന്തം, ഇതൊക്കെയാണ് ആത്മാവിനെ വർണ്ണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. പ്രപഞ്ചം ഈ പറയുന്ന വാക്കുകളുടെ നേരെ വിപരീത അർത്ഥമുള്ള വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ ആത്മനാശം, ആത്മാവിൻ്റെ അഴിവ് എങ്ങനെയുണ്ടാവാൻ, എപ്പോൾ ഉണ്ടാവാൻ, അത് സ്വയം നശിക്കുന്ന ഒന്നല്ല, അതിനെ നശിപ്പിക്കാൻ മറ്റാരെങ്കിലുമുണ്ടോ? സർവം ഖൽവിദം ബ്രഹ്മ, ഈ കാണുന്ന സകലതും അത് തന്നെയാണ്. അതിൽ നിന്ന് അന്യമായ ഒന്നുണ്ടെങ്കിലല്ലേ ആ രണ്ടാമത്തെ ഒന്നിൽ നിന്നും ഇതിന് നാശം സംഭവിക്കുകയുള്ളൂ. ഇതല്ലാതെ മറ്റൊന്നുമില്ലെങ്കിൽ, എല്ലാം ഇതിൻ്റെ തന്നെ പ്രതിരൂപങ്ങളാണെങ്കിൽ ആരിതിനെ നശിപ്പിക്കാൻ? അതുകൊണ്ട് നിങ്ങൾ പറയൂ, ഈ ആത്മാവിൻ്റെ നാശം എപ്രകാരം സംഭവിക്കും, എപ്പോൾ സംഭവിക്കും, ആരിലൂടെ സംഭവിക്കും, എവിടെ സംഭവിക്കും? ഇതൊന്നും സാധ്യമല്ല. ആത്മാവ് അനശ്വരമായ സത്തയാണ്, അത് അനുഭവ പ്രകാശമാണ്, ആനന്ദസ്വരൂപമാണ്. അതാണ് നാം ഓരോരുത്തരും എന്നുള്ള തിരിച്ചറിവാണ് വാസ്തവത്തിൽ ആത്മജ്ഞാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 11 മണിയായി. നിങ്ങൾക്ക് എന്തൊക്കെയോ പരിപാടികളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ പരിപാടികൾ നടക്കട്ടെ. ഞാൻ അതിനൊരു തടസ്സമായി നിൽക്കുന്നില്ല. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ശനിയാഴ്ച വരാം.